ശ്രീ രമേശ് പിഷാരടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. അതിനതിൽ പറയുന്നത് ആരോഗ്യ വകുപ്പിന് അകത്ത് മെന്റൽ ഹെൽത്തിന് ഒരു സെപ്പറേറ്റ് വിങ് വേണം എന്നുള്ള രീതിയിലാണ് സ്റ്റേറ്റ്മെന്റ് കണ്ടത്. ഇറ്റ്സ് എ വെരി ഗുഡ് ഇനിഷ്യേറ്റീവ്. നമുക്കറിയാം, നമുക്കിന്ന് ഹോസ്പിറ്റലുകളിലും താലൂക്ക് ഹോസ്പിറ്റലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും ഒക്കെ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷെ അത് കൂടാതെ പബ്ലിക്കിന്റെ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ശരിക്കും ഓൾറെഡി എക്സിസ്റ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. ആക്ച്വലി നാഷണൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, അതിന്റെ സ്റ്റേറ്റിലും ഓരോ ഡിസ്ട്രിക്റ്റിലും അതിന്റെ ഡിവിഷൻസ് ഉണ്ട്. നമുക്ക് DM ഓഫീസ്, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസ് അല്ലെങ്കിൽ NHM ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അങ്ങനത്തെ ഒരു ഡിവിഷൻ അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി ഒരു ഫിസിക്കൽ സ്ട്രക്ചറായിട്ടോ കുറെ ആളുകളെ കൊണ്ടുവരുന്നതിന് പകരം എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പൊ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ ജീവിതശൈലി രോഗങ്ങൾ, മാനസികാരോഗ്യം, വയോജന ആരോഗ്യം, ഇതിനെയൊക്കെ നമുക്ക് ഡിഫറെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഇതിനെയൊക്കെ ക്ലബ് ചെയ്ത് ഒരു സിംഗിൾ ചാനലിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇതിനെ കോർഡിനേറ്റേഴ്സിനെ കൊണ്ടുവരാം. ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള NPNCD എന്ന് പറഞ്ഞ പ്രോഗ്രാം, നാഷണൽ പ്രോഗ്രാം ഫോർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതുപോലെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള NPHC, നാഷണൽ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഓഫ് എൽഡർലി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, ഇതിന്റെയൊക്കെ കാര്യങ്ങൾ ഏകീകരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അതുപോലെ ഈ മെന്റൽ ഹെൽത്തിന് വേണ്ടി ശരിക്കും കേരളം മുഴുവനും അതിന്റെ ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാവണം. അപ്പം ഓരോ ഡിസ്ട്രിക്ട് വൈസ് നമുക്കറിയാം ഈ NHM ഓഫീസ് അല്ലെങ്കിൽ DMO ഓഫീസ് വഴി ഉണ്ട്. അതിന്റെ അണ്ടറിൽ ഓരോ പഞ്ചായത്ത് മുതൽ തുടങ്ങി ഇതിന്റെ ആക്ടിവിറ്റീസ് സ്ട്രെങ്തൻ ചെയ്യണം. എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. മെന്റൽ ഹെൽത്തിൽ പഠിക്കുന്ന MSW പഠിക്കുന്ന കുട്ടികളുണ്ട്, സൈക്കോളജി പഠിക്കുന്ന ആൾക്കാരുണ്ട്, സൈക്കാട്രിയുടെ ആളുകളുണ്ട്. ഇവരെയൊക്കെ ഈ ഒരു ടാസ്ക് ഫോഴ്സിന്റെ അണ്ടറിൽ കൊണ്ടുവരിക. അതുപോലെ പ്രിവെന്റീവ് ഹെൽത്ത് ഓർ കമ്മ്യൂണിറ്റി മെഡിസിൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ട് എങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കണം, SOP ഉണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ച് വളരെ റൈറ്റ് നോളജ് ഉള്ള ആളുകളാണ്. അതുപോലെ ഇതിനെക്കുറിച്ചുള്ള മീറ്റിങ്ങുകളിൽ അവരുടെ ഇൻപുട്സ് എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് കേരളത്തിന് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഹെൽത്ത് സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് കൂടുതൽ ഫിസിക്കൽ ബിൽഡിങ്ങുകളോ കൂടുതൽ ആളുകളുടെയോ ആവശ്യമില്ലാതെ എക്സിസ്റ്റിംഗ് റിസോഴ്സിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു നല്ല റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. ഞാൻ പാൻ ഇന്ത്യ ലെവലിൽ ലൈഫ് സ്റ്റൈൽ മെഡിസിൻ, ജീവിതശൈലി രോഗങ്ങളിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനത്തെ ഒരു അക്കാഡമിയുടെ പാർട്ടാണ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളൊക്കെ എല്ലാത്തിനും വരുന്ന ഒരു 5-6 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഭക്ഷണം, വ്യായാമം, സ്ട്രെസ്, ഉറക്കം, ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ്, സോഷ്യൽ കണക്ഷൻ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 50% മാനസികാരോഗ്യമാണ്. ബാക്കി 50% ആണ് ശാരീരികവും ഭക്ഷണവും ഒക്കെ വരുന്നത്. അപ്പൊ അതിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇന്നത്തെ പ്രമേഹം അടക്കമുള്ള പല കാര്യങ്ങളെയും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും വിത്തൗട്ട് മച്ച് മെഡിക്കേഷൻസ് ആൻഡ് അതർ ഇന്റർവെൻഷൻസ്. ഇപ്പോൾ പഞ്ചായത്ത് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പഞ്ചായത്തിലും ഇതിനൊരു ടാസ്ക് ഫോഴ്സ് വേണം. ആ ടാസ്ക് ഫോഴ്സിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും, കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അത് എല്ലാ 6 മാസമോ എങ്ങനെയാണെങ്കിലും ട്രെയിനിങ് കൊടുത്ത് അവർ വഴി ആ ഒരു ടീം ഉണ്ടാക്കി അവിടെ കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾ അവരുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടി വരണം എന്നുള്ളതാണ്. അതെങ്ങനെയാ, എനിക്ക് അസുഖമാണെന്ന് പറഞ്ഞാലും വരില്ല. സോ അസുഖം വരാതിരിക്കാൻ നോക്കുക. അപ്പൊ സ്കൂളിൽ തുടങ്ങി അല്ലെങ്കിൽ അംഗൻവാടിയിൽ തുടങ്ങി ഇവരുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ്, ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. സ്കൂളിലെ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കണം. കുട്ടികളോട് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഗൈഡൻസ് അവർക്ക് കൊടുക്കണം. അൺനെസസറി ആയിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കണം. പിയർ പ്രഷർ കാരണമുള്ള ആൽക്കഹോള്, സ്മോക്കിങ്, മറ്റു പല കാര്യങ്ങൾ നമ്മളിന്ന് കാണുന്നതാണ്. അതിനെയൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യാം, കുട്ടികളെ കൃത്യമായിട്ട് സംസാരിക്കാൻ പഠിപ്പിക്കണം. അവരുടെ പേരൻസിനോടാണെങ്കിലും ഒരു നല്ല PTA ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്ത് നല്ലൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓർ എക്സിസ്റ്റിംഗ് പ്രോഗ്രാംസിനെ ക്രോഡീകരിച്ച് സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ മാനസിക ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സ്മോൾ റിക്വസ്റ്റ് ടു ദ കറന്റ് ഗവൺമെന്റ്, ഈ ഏരിയയിലൊക്കെ കുറച്ചുകൂടി നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതിനുള്ള കഴിവുള്ള ആളുകളുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ IAPSM പോലുള്ള അസോസിയേഷൻ ഉണ്ട്, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പ്രിവെന്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ. അതുമായിട്ടൊക്കെ അസോസിയേറ്റ് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ സൈഡിൽ ഒരുപാട് ഇൻപുട്സ് ഇതിനു വേണ്ടി നമുക്ക് കിട്ടുന്നതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് വെൽ ടുഗെദർ.